ഹായ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് എമർജിങ് ഏരിയാസ് ഇൻ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ്. സാമ്പത്തിക മേഖലകളിൽ ഉണ്ടായിട്ടുള്ള പുതിയ പുതിയ പ്രവണതകളെ പറ്റി, അഥവാ കമ്പനികളുടെ ഇടയിലുള്ള, കോർപ്പറേറ്റുകളുടെ ഇടയിലുള്ള പുതിയ പുതിയ പ്രവണതകളെ പറ്റിയും രീതികളെ പറ്റിയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയെ ഏറ്റെടുക്കുക, അതല്ല എങ്കിൽ ഒരു കമ്പനിയുടെ ഓപ്പറേഷൻസ് മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കുക. ഇങ്ങനെ നൂതനമായിട്ടുള്ള പല പ്രവണതകളും കോർപ്പറേറ്റുകളുടെ ഇടയിൽ നടന്നു വരുന്നുണ്ട്, കമ്പനികളുടെ ഇടയിൽ നടന്നു വരുന്നുണ്ട്. അതിനെ പല വാക്കുകൾ കൊണ്ട് നമ്മൾ സൂചിപ്പിക്കാറുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്, ഈ പ്രവണതകളെ പറ്റി, ഈ എമർജിങ് ഏരിയാസുകളെ പറ്റിയാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുവാനായിട്ട് പോകുന്നത്. അങ്ങനെയുള്ള ആ ചേഞ്ചസുകളെയാണ് നമ്മൾ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്നത്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, കമ്പനികളുടെ പുനഃസംഘടിപ്പിക്കപ്പെടുക, കമ്പനിയുടെ ഒരു ഭാഗമോ അല്ലെ ഒന്നിലധികം ഭാഗങ്ങളോ റീഡിസൈൻ ചെയ്യപ്പെടുന്നതിനെയാണ് കോർപ്പറേറ്റ് റീഡിസൈനിങ് എന്ന് പറയുന്നത്. നോക്കാം, എന്താണ് കോർപ്പറേറ്റ് റീഡിസൈനിങ്? കോർപ്പറേറ്റ് റീകൺസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റീഡിസൈനിങ് വൺ ഓർ മോർ ആസ്പെക്ട് ഓഫ് എ കമ്പനി. കമ്പനിയുടെ ഒന്നോ അതിലധികമോ ആസ്പെക്റ്റുകളെ റീഡിസൈൻ ചെയ്യപ്പെടുന്നതിനെയാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത്. എന്തിനാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് നടത്തുന്നത്? കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ഒരു കമ്പനി നടത്തുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അതിൻ്റെ കോമ്പറ്റേറ്റീവ് സിറ്റുവേഷനെ ഫേസ് ചെയ്യുവാൻ വേണ്ടിയാണ്. കൂടുതൽ കോമ്പറ്റേറ്റീവായിട്ട് മാറുവാൻ വേണ്ടിയാണ് കമ്പനിയുടെ പൊസിഷനെ. അതല്ല എങ്കിൽ അഡ്വേഴ്സ് ആയിട്ടുള്ള, മോശമായിട്ടുള്ള ഒരു എക്കണോമിക് സിറ്റുവേഷനിൽ കമ്പനിക്ക് സർവൈവ് ചെയ്യുന്നതിന് വേണ്ടി, നിലനിൽക്കുന്നതിന് വേണ്ടിയോ, അതല്ല എങ്കിൽ ആ കറണ്ട് സിറ്റുവേഷനെ, അഡ്വേഴ്സ് ആയിട്ടുള്ള കറണ്ട് സിറ്റുവേഷനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടിയോ, അതല്ല എങ്കിൽ ഒരു പുതിയ എൻറ്റിറ്റിയിലേക്ക്, ഒരു ബിസിനസ് ഒരു പുതിയ ഡയറക്ഷനിലേക്ക് കടക്കുമ്പോൾ കൂടുതൽ കോൺഫിഡൻസോട് കൂടി പോകുന്നതിന് വേണ്ടിയാണ് കമ്പനി റീസ്ട്രക്ചറിങ് പ്രോസസ്സുകൾ നടത്തുന്നത് എന്നുള്ളതാണ്. കമ്പനിയുടെ റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് എന്താണ്? കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എവിടെയൊക്കെ സംഭവിക്കപ്പെടാം? കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്നത് ഒന്ന് ക്യാപിറ്റൽ സ്ട്രക്ചറിൽ നടത്താം. ക്യാപിറ്റൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സ് ആണ്. കമ്പനിയുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് കമ്പനി ഔട്ട്സൈഡിൽ നിന്ന് എടുത്തിരിക്കുന്ന പണത്തിനെയാണ് ഡെപ്റ്റ് എന്ന് പറയുന്നത്. ഇക്വിറ്റി എന്ന് പറയുന്നത് കമ്പനിയുടെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അപ്പോൾ കമ്പനിയുടെ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിന്റെ ഭാഗമാവാറുണ്ട്. രണ്ട്, ഓണർഷിപ്പിൽ, ഓപ്പറേഷൻസിൽ ഉണ്ടാകുന്ന, അതിന്റെ പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകളും റീഡിസൈനുകളും കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്നറിയപ്പെടാറുണ്ട്. കമ്പനിയുടെ ഓണർഷിപ്പിൽ ഉണ്ടാകുന്ന ചേഞ്ചസുകൾ കമ്പനിയുടെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്നറിയപ്പെടാറുണ്ട്. അപ്പൊ ഈ മൂന്ന് ഏരിയാസുകളിലാണ് പ്രധാനമായിട്ടും ചേഞ്ചസുകൾ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒന്ന്, ക്യാപിറ്റൽ സ്ട്രക്ചറിൽ അഥവാ ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിലെ കമ്പനി ചേഞ്ചസുകൾ കൊണ്ടുവരിക. രണ്ടാമതായിട്ട് കമ്പനിയുടെ ഓപ്പറേഷൻസുകളിൽ ചേഞ്ചസുകൾ കൊണ്ടുവരിക. മൂന്നാമതായിട്ട് കമ്പനിയുടെ ഓണർഷിപ്പിൽ ചേഞ്ചസുകൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. വൈ എൻഗേജ് ഇൻ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്? കമ്പനികൾ എന്തിനാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിലേക്ക് ഇടപെടുന്നത്? ഒന്ന്, സെയിൽസിനെ കൂട്ടുന്നതിന് വേണ്ടി, അഥവാ ഓപ്പറേറ്റിംഗ് എഫിഷ്യൻസിയെ ഇൻക്രീസ് ചെയ്യുന്നതിന് വേണ്ടി, മാനേജ്മെന്റിനെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി, വെൽത്ത് ട്രാൻസ്ഫറുകൾ ഉണ്ടാക്കാൻ വേണ്ടി, ടാക്സിന്റെ ഇവേഷൻസുകൾ ഉണ്ടാക്കുവാൻ, അതിന്റെ റീസൺസുമായി ബന്ധപ്പെട്ട് ലിവറേജ് ഗെയിനുകൾ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് വേണ്ടി, അതായത് ഡെപ്റ്റ് ഇക്വിറ്റി മിക്സിൽ നിന്ന് കൂടുതലായിട്ട് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സിന് റിട്ടേൺ കിട്ടുവാനുള്ള ടെക്നിക്സുകളായിട്ട് യൂസ് ചെയ്യാറുണ്ട്. അതല്ല എങ്കിൽ മാനേജ്മെന്റിന്റെ പേഴ്സണൽ അജണ്ടകളായിട്ടും കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് അഥവാ കമ്പനികളുടെ പുനർപ്രവർത്തനങ്ങൾ നടത്താറുണ്ട് എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് നടത്തുന്നതിന്റെ മറ്റു ചില കാരണങ്ങളായി നമ്മൾ പറയുക, ഒന്ന് ഗ്രോത്ത്. കമ്പനിക്ക് പുതിയ മേഖലകളിൽ കൂടുതൽ കടന്നു കയറുന്നതിന് വേണ്ടി, ടെക്നോളജിക്കലായിട്ട് അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടി, വെൽത്ത് പരമായിട്ട് അഡ്വാൻസ് ചെയ്യുന്നതിന് വേണ്ടി, കോമ്പറ്റീഷനെ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി, ഗ്രോത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി റീകൺസ്ട്രക്ഷൻസുകൾ നടത്താറുണ്ട്, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് നടത്താറുണ്ട്. ഡൈവേഴ്സിഫിക്കേഷന് വേണ്ടി, ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മേഖലകളിൽ നിന്ന് പല മേഖലകളിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി കമ്പനി ഈ റീസ്ട്രക്ചറിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. കമ്പനിയുടെ ഓപ്റ്റിമം യൂട്ടിലൈസേഷൻ, കമ്പനിയുടെ കപ്പാസിറ്റിയെ മാക്സിമം യൂട്ടിലൈസിന് വേണ്ടി കമ്പനി ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. കോമ്പിറ്റൻസീസുകൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ കപ്പാസിറ്റികൾ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഈ ടെക്നിക്സ് യൂസ് ചെയ്യുന്നു.
കോസ്റ്റിനെ കുറച്ച് പ്രോഫിറ്റിനെ കൂട്ടുവാൻ വേണ്ടി റീസ്ട്രക്ചറിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ ഫിനാൻഷ്യൽ സപ്പോർട്ടുകൾക്ക് വേണ്ടി ഇങ്ങനെയുള്ള ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നു. റിവൈവൽ ഓഫ് വീക്ക് ഓർ സിക്ക് കമ്പനികളെ റിവൈവ് ചെയ്യുന്നതിന്, അതായത് നഷ്ടത്തിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കമ്പനികൾ, സിക്ക് കമ്പനികൾ, ലോസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന കമ്പനികളെ പുനരുദ്ധരിക്കുന്നതിന് വേണ്ടി ഇങ്ങനെയുള്ള ടെക്നിക്സ് യൂസ് ചെയ്യാറുണ്ട്. വൈഡൻ മാർക്കറ്റ് പ്രസൻസ്, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് മാർക്കറ്റിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി കമ്പനി ഈ ഒരു സ്ട്രക്ചർ, ഈ മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കമ്പനിയുടെ ഗുഡ്വില്ല്, കമ്പനിയുടെ ബ്രാൻഡ്, അല്ലെ മറ്റൊരു കമ്പനിയുടെ ബ്രാൻഡ്, അല്ലെ മറ്റൊരു കമ്പനിയുടെ ഇക്വിറ്റി, ഗുഡ്വില്ല്, ഇവയൊക്കെ പിന്നെ എൻജോയ് ചെയ്യുവാൻ വേണ്ടി കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് പ്രോസസ്സിലേക്ക് കമ്പനികൾ കടക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ സെയിൽസ് എൻഹാൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ പുതിയ മാർക്കറ്റ് ഷെയറുകൾ, പുതിയ മാർക്കറ്റിംഗ് ഏരിയാസിലേക്ക് കടന്നു ചെല്ലുക, ടെക്നോളജിക്കലായിട്ടുള്ള അഡ്വാൻസ്മെന്റുകൾ, മറ്റു കമ്പനികളുടെ കയ്യിലിരിക്കുന്ന ടെക്നോളജി കൂടെ കമ്പനികൾ കരസ്ഥമാക്കുവാൻ വേണ്ടി ഇത് ചെയ്യാറുണ്ട്. അതുപോലെ തന്നെ പുതിയ പുതിയ പ്രോഡക്റ്റുകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടിയും പ്രോഡക്റ്റ് ലൈനുകളിലെ ഗ്യാപ്പുകൾ ഫില്ല് ചെയ്യുന്നതിന് ഒക്കെ ആയിട്ട് സെയിൽസ് എൻഹാൻസ് ചെയ്യുവാൻ വേണ്ടി കമ്പനി ഈ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ടെക്നിക്സുകൾ യൂസ് ചെയ്യുന്നു. കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് എക്കണോമിക്സ് എന്തിനാണെന്ന് ചോദിച്ചാൽ എലിമിനേഷൻ ഓഫ് ഡ്യൂപ്ലിക്കേറ്റ് ഫെസിലിറ്റീസ് ഓർ ഓപ്പറേഷൻസ് പേഴ്സണൽസ്, ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കുക. ഓപ്പറേഷണലായിട്ടുള്ള ഒന്നിലധികം കമ്പനികൾ പർട്ടിക്കുലർ ഏരിയയിൽ ഒന്നിച്ച് പ്രവർത്തിക്കുക. അപ്പം നമുക്കറിയാം കമ്മ്യൂണിക്കേഷൻ രംഗത്ത് ടവറുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ, ഒരു പർട്ടിക്കുലർ ഏരിയയിൽ ഒന്നിലധികം കമ്പനികൾ ചിലപ്പോൾ ടവറുകൾ ഒന്നിച്ച് ഷെയർ ചെയ്യുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവും. അതിൻ്റെ ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള എഫിഷ്യൻസിയെ കൂട്ടുവാൻ വേണ്ടിയാണ്. ഇനി പുതിയൊരു സിനർജി, ഒരു പുതിയ ശക്തി ഉണ്ടാക്കിയെടുത്തുകൊണ്ട് കോമ്പറ്റീഷനെ അല്ലെങ്കിൽ നിലവിലുള്ള എക്കണോമിക് സിസ്റ്റത്തെ, ബാഡായിട്ടുള്ള സിസ്റ്റങ്ങളിൽ സർവൈവ് ചെയ്യാൻ വേണ്ടി കമ്പനി സ്വീകരിക്കുന്ന മറ്റു ചില മാർഗങ്ങളാണിത്. എക്കണോമീസിൽ മേർജ് ചെയ്തുകൊണ്ട് പെർഫോമൻസുകളെ കൂട്ടുവാൻ വേണ്ടിയും പ്രീവിയസ് ആയിട്ട് പല പാർട്ടുകളിൽ നിന്നുകൊണ്ട് നിൽക്കാതെ ഒന്നിച്ചു നിന്നുകൊണ്ട് പ്രവർത്തിക്കുവാനുള്ള പുതിയ ശക്തി ഉണ്ടാക്കിയെടുക്കുവാൻ വേണ്ടി കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് കമ്പനികൾ ചെയ്യാറുണ്ട് എന്നുള്ളതാണ്. എക്കണോമിക് സ്കെയില്, അതായത് കമ്പനിയുടെ പ്രവർത്തനത്തിൻ്റെ സെയിൽസ് കൂട്ടുവാൻ വേണ്ടി കമ്പനി ചെയ്യുന്ന ചില മാർഗങ്ങളുടെ ഭാഗമാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെർജറാണ് കമ്പനികൾ സാധാരണയായിട്ട് ചെയ്തു വരുന്നത്. അതിന് ഒന്ന് ഹൊറിസോണ്ടൽ മെർജർ എന്ന് പറയും. അതായത് ഒരേ സ്വഭാവമുള്ള കമ്പനികൾ എക്കണോമിയിൽ ഒന്നിച്ച് വലിയ ജയന്റുകളായി മാറുവാനായിട്ട് ഒന്നിച്ച് കൂടിച്ചേരാറുണ്ട്. ദാറ്റ് ഇസ് എ ഹൊറിസോണ്ടൽ മെർജർ എന്നാണ് നമ്മൾ പറയുന്നത്. വെർട്ടിക്കൽ മെർജർ, രണ്ട് കമ്പനികളാണ്, പക്ഷെ വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകൾ. ഒരു കമ്പനിക്ക് മറ്റൊരു പ്രോഡക്റ്റ് ഉണ്ടാവണമെന്നില്ല, പക്ഷെ ഇവർ ഒന്നിച്ചു നിന്നുകൊണ്ട് മാർക്കറ്റ് പിടിച്ചടക്കുവാൻ വേണ്ടി ഉണ്ടാകുന്ന മെർജറാണ് വെർട്ടിക്കൽ മെർജർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോഗ്ലോമറേറ്റ് മെർജർ എന്ന് പറയുന്ന മെർജർ, അതിന് ഓപ്പറേറ്റിംഗ് ആയിട്ടുള്ള ഒരു കമ്പനിയുടെ ഓപ്പറേറ്റിംഗ് സെക്ടറിനെ ഏറ്റെടുത്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു പർട്ടിക്കുലർ മേഖലയെ ഏറ്റെടുത്തുകൊണ്ട് മെർജർ നടത്തിയാൽ അതാണ് കോഗ്ലോമറേറ്റ് മെർജർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഡൈവസ്റ്റിറ്റ്യൂർ മെർജർ എന്ന് പറയുന്ന ഒരു സംഭവം കൂടിയുണ്ട്. അതായത് റിവേഴ്സ് സിനർജിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. റിവേഴ്സ് സിനർജി എന്ന് പറയുന്നത് കമ്പനിയുടെ ചില മേഖലകളെ വിട്ടുകൊടുക്കുക. ഡൈവസ്റ്റിറ്റ്യൂർ മെർജർ എന്ന് പറയുന്ന സിസ്റ്റമാണ്, റിവേഴ്സ് സിനർജിയാണ് ഇവിടെ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ചില മേഖലകൾ പ്രവർത്തിക്കുവാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ ആ മേഖലകളെ മാറ്റിക്കളയുക, അല്ലെ ഡിസ്ഇൻവെസ്റ്റ്മെന്റ് കൊണ്ടുവരുന്ന ഒരു സിസ്റ്റമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഗവൺമെന്റിനെ സംബന്ധിച്ച് ഗവൺമെന്റ് ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രൊവിഷൻസുകൾ കമ്പനീസ് ആക്ടുകളിൽ ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. സെക്ഷൻസ് 391 to 394 വരെയുള്ള കമ്പനീസ് ആക്ടിൽ, 1956 കമ്പനീസ് ആക്ടിൽ മോസ്റ്റ് ലിബറൽ ആയിട്ടുള്ള എൻഡയർ ആയിട്ടുള്ള കമ്പനീസുകൾ എൻഡയർ എക്കണോമിക്സ് ആക്ടിൽ ഇതുമായി ബന്ധപ്പെട്ട് കമ്പനികൾക്ക് കൂടിച്ചേരുന്നതിനും കമ്പനികളുടെ പ്രവർത്തനങ്ങൾ കൂടിച്ചേർക്കുന്നതിനുമുള്ള പ്രൊവിഷൻസുകൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിൽ ആധുനിക കമ്പനികളുടെ ചില പ്രവണതകളാണ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ കോർപ്പറേറ്റിന്റെ ഫോംസ് ഓഫ് കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് ഡിഫറെൻറ്റ് ഫോംസ് ആണ്. അതിൽ ഒന്നാമത്തെ നമ്മൾ എക്സ്പാൻഷൻ എന്ന വാക്കുകൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. എക്സ്പാൻഷൻ എന്ന് നമ്മൾ പറയുന്നത് കമ്പനിയുടെ വളർച്ചകളാണ്. ആ വളർച്ചകളിൽ കമ്പനികൾ ഉപയോഗിക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് മെർജേഴ്സ് ആൻഡ് അക്വിസിഷൻസ്.
കമ്പനികൾ മേർജ് ചെയ്യുക, അക്വിസിഷൻ്റെ ഡിഫറെൻ്റ് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻസ് നമുക്ക് അടുത്ത സ്ലൈഡുകളായിട്ട് വരും. മേർജ് ചെയ്യുക, അക്വിസിഷന്, ദെൻ ടെൻഡർ ഓഫറുകൾ, അസറ്റ് അക്വിസിഷൻ, ജോയിൻറ്റ് വെഞ്ചേഴ്സ്, ഇത്രയുമാണ് എക്സ്പാൻഷനിൽ ഉണ്ടാകുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിൻ്റെ ഫോം എന്ന് പറയുന്നത്. മേർജർ ആൻഡ് അക്വിസിഷൻ, ടെൻഡർ ഓഫർ, അസറ്റ് അക്വിസിഷൻ, ജോയിൻറ്റ് വെഞ്ചർ. ദെൻ കോൺട്രാക്ഷനെ സംബന്ധിച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള സെക്ഷനുകളുണ്ട്. സ്പിൻ ഓഫ്, സ്പ്ലിറ്റ് ഓഫ്, ഡൈവെസ്റ്റിറ്റ്യൂട്ട്സ്, ദെൻ ഇക്വിറ്റി കർവ് ഔട്ട്, ദെൻ അസറ്റ് സെയിൽസ്. ഇത്രയും സെഷൻസുകളാണ് കോൺട്രാക്ഷൻ സെഷനുകളിൽ ഉണ്ടാകുന്നത്. ദെൻ കോർപ്പറേറ്റ് കൺട്രോളിനെ സംബന്ധിച്ച് ടേക്ക് ഓവർ ഡിഫൻസ്, ഷെയർ റീപർച്ചേസ്, എക്സ്ചേഞ്ച് ഓഫർ, പ്രോക്സി കോൺടെസ്റ്റ്. ദെൻ ചേഞ്ച് ഇൻ ഓണർഷിപ്പിനെ സംബന്ധിച്ച്, ഓണർഷിപ്പ് സ്ട്രക്ചറുകളെ സംബന്ധിച്ച് ലിവറേജ് ബോയ് ഔട്ട്, ജങ്ക് ബോണ്ട്, ഗോയിങ് പ്രൈവറ്റ്, ESOPs ആൻഡ് MLPs. ഇത്രയുമാണ് ഓണർഷിപ്പ് സ്ട്രക്ചറിൽ ഉണ്ടാകുന്ന ചേഞ്ചസ്. അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എക്സ്പാൻഷൻ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പാൻഷൻ എന്ന് പറയുന്നത് റീസ്ട്രക്ചറിങ്ങിൻ്റെ ഒരു ഫോമാണ്. അത് ഫേമിൻ്റെ സൈസ് കൂട്ടുവാൻ വേണ്ടി, ഇൻക്രീസ് ഇൻ ദി സൈസ് ഓഫ് ദി ഫേമിൻ്റെ സൈസ് കൂട്ടുവാൻ വേണ്ടിയാണ് എക്സ്പാൻഷൻ കൊണ്ടുവന്നിട്ടുള്ളത്. അതിൻ്റെ ഫോംസ് എന്ന് പറയുന്നത് മെർജർ, അക്വിസിഷന്, ടെൻഡർ ഓഫർ, അസറ്റ് അക്വിസിഷന്, ജോയിൻറ്റ് വെഞ്ചർ. ഇത്രയും ഫോംസിലാണ് എക്സ്പാൻഷൻസുകൾ സാധാരണയായിട്ട് നടക്കുന്നത് എന്നുള്ളത്. എന്താണ് മെർജേഴ്സ് എന്ന് പറയുന്നത്? മെർജേഴ്സുകൾ കോമ്പിനേഷനാണ്. രണ്ടോ അതിലധികമോ കമ്പനികൾ കൂടിച്ചേർന്ന് ഒരു കമ്പനിയായി, ഒരു കോർപ്പറേറ്റ് സെക്ടറായി മാറുന്നതിനെയാണ് നമ്മൾ മെർജർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിലെ ഫസ്റ്റ് വൺ അമാൽഗമേഷനാണ്. അമാൽഗമേഷൻ എന്ന് പറയുന്നത് ഒരേ ടൈപ്പിലുള്ള, സെയിം ടൈപ്പിലുള്ള കമ്പനികൾ മെർജ് ചെയ്യുക, കൂടിച്ചേരുക. ടൈപ്പ് ഓഫ് മെർജറാണ്. ഇറ്റ്സ് 2 or more കോർപ്പറേറ്റുകളെ അല്ലെ കമ്പനീസുകളെ കൂടിച്ചേരും. ആഫ്റ്റർ അമാൽഗമേഷന് ശേഷം ഈ രണ്ട് കമ്പനികളുടെ എൻറ്റിറ്റികൾ നഷ്ടപ്പെടും. അവിടെ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. എയും ബിയും എന്ന് പറയുന്ന ബ്രൂക്ക് ബോണ്ട് ഇന്ത്യ ലിമിറ്റഡും ലിപ്ടോൺ ഇന്ത്യ ലിമിറ്റഡും രണ്ടും കൂടെ കൂടിച്ചേർന്നപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി പൂർണ്ണമായിട്ടും ലിക്വിഡേറ്റ് ചെയ്തു, അടച്ചുപൂട്ടി. ബി എന്ന് പറയുന്ന കമ്പനി പൂർണ്ണമായും അടച്ചുപൂട്ടി. എയും ബിയും, എയുടെ ഷെയർ ഹോൾഡേഴ്സും ബിയുടെ ഷെയർ ഹോൾഡേഴ്സും ഒന്നിച്ചു ചേർന്ന് ബ്രൂക്ക് ബോണ്ട് ലിപ്ടോൺ ഇന്ത്യ എന്ന് പറഞ്ഞ്, അഥവാ AB എന്ന് പറയുന്ന കമ്പനിയായി മാറും. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി ഇനിയില്ല, ബി എന്ന് പറയുന്ന ഒരു കമ്പനി ഇല്ല, നമ്മളിപ്പോൾ AB എന്ന് പറയുന്ന കമ്പനിയായി മാറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇതാണ് അമാൽഗമേഷൻ എന്ന് പറയുന്ന ടേംസ് കൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. കമ്പനികൾ തമ്മിൽ പലപ്പോഴും ഇങ്ങനെയുള്ള അമാൽഗമേഷൻസുകൾ നടത്താറുണ്ട്. അത് കോമ്പറ്റീഷനെ ഫേസ് ചെയ്യാൻ വേണ്ടിയാവാം, ചിലപ്പോൾ പുതിയ ഓപ്പറേറ്റിംഗ് മേഖലകളിലേക്ക് കടന്നു പോകുന്നതിനായിരിക്കാം. ഇതാണ് അമാൽഗമേഷൻ എന്ന് പറയുന്ന പുതിയ ഒരു പ്രവണതയുടെ ഭാഗമാണ്. ദെൻ അക്വിസിഷൻ എന്ന് നമ്മൾ പറയുന്നത് ഒരു കമ്പനി മറ്റൊരു കമ്പനി ഏറ്റെടുക്കുകയാണ്. ഇവിടെ ഓറിയന്റൽ ബാങ്ക് ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന കമ്പനി ഗ്ലോബൽ ട്രസ്റ്റ് ബാങ്കിനെ ഏറ്റെടുത്തു. അവിടെ ഇനി ബി എന്ന് പറയുന്ന കമ്പനി ഇല്ല, പക്ഷേ എ ഉണ്ട്. എ എന്ന് പറയുന്ന കമ്പനി ഉണ്ട്, പക്ഷേ ബി ഇല്ല. ബി പൂർണ്ണമായിട്ടും ലിക്വിഡേറ്റ് ചെയ്യപ്പെട്ടതിന് ശേഷം എ എന്ന് പറയുന്ന കമ്പനി, അതാണ് ഓറിയന്റൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലേക്ക് ലയിച്ചു ചേർന്നു. അതാണ് അക്വിസിഷൻ, ഏറ്റെടുക്കപ്പെടുക എന്നുള്ളതാണ്. അമാൽഗമേഷൻ എന്ന് പറയുന്നത് ലയനമാണ്, പരസ്പരം രണ്ട് കമ്പനിയും ഒന്നിച്ചു ചേരുകയാണ്. അക്വിസിഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനി മറ്റൊരു കമ്പനിയിലേക്ക് കൂടി ചേരുകയാണ്. അപ്പോൾ കോർപ്പറേറ്റ് ആക്ഷൻ ആണ്. Acquiring company makes a bid for an acquiries. If target company is a publicly traded, acquiring a company will make offer for outstanding shares. അപ്പോൾ കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയെ പർച്ചേസിംഗ് പ്രൈസ് കൊടുത്തുകൊണ്ട് എ എന്ന് പറയുന്ന കമ്പനി പൂർണ്ണമായും ഏറ്റെടുക്കപ്പെട്ടാൽ അതിനെയാണ് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അമാൽഗമേഷൻ ഫസ്റ്റ്, സെക്കൻഡ് വൺ അക്വിസിഷൻ. ദെൻ ജോയിന്റ് വെഞ്ചേഴ്സ്. ജോയിന്റ് വെഞ്ചേഴ്സ് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ കമ്പനികൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പർപ്പസിന് വേണ്ടി കൂടിച്ചേരുക. അവർക്കൊരു സ്പെസിഫിക് ബിസിനസ് ഗോൾ ഉണ്ടായിരിക്കും. ഇപ്പം ഹീറോ ഹോണ്ട എന്ന് പറയുന്ന കമ്പനി, ഹീറോ എന്ന് പറയുന്ന കമ്പനി, ഹോണ്ട എന്ന് പറയുന്നത് രണ്ട് കമ്പനിയാണ്. അവർക്ക് അവരുടേതായ പ്രവർത്തനങ്ങളുണ്ട്. എക്ക് എയുടേതായ പ്രവർത്തനങ്ങളുണ്ട്, ബിക്ക് ബിയുടേതായ പ്രവർത്തനങ്ങളുണ്ട്. അതിനെ ഒന്നിനെയും തന്നെ അടച്ചുപൂട്ടാൻ പോകുന്നില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബിസിനസ് പർപ്പസിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയ ഒരു രാജ്യത്തിൽ അവരുടെ പ്രവർത്തനം നടത്താൻ വേണ്ടി രണ്ടുപേരും ഒന്നിച്ച് ചെയ്യും. അതാണ് നമ്മൾ ജോയിന്റ് വെഞ്ചർ എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അവർക്കൊരു പർട്ടിക്കുലർ ആയിട്ടുള്ള പർപ്പസ് ഉണ്ടായിരിക്കും, ഒരു പ്രോജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ സ്വന്തമായിട്ട് അവരുടെ മറ്റല്ല, ഇപ്പോൾ എ എന്ന് പറയുന്ന കമ്പനിയുടെ എന്തൊക്കെ ഓപ്പറേഷൻസുകളുണ്ടോ അത് മുഴുവനും എ ചെയ്യുന്നുണ്ട്, അഥവാ ഹീറോ ഹോണ്ട ചെയ്യുന്നുണ്ട്, കോർപ്പറേഷൻ ചെയ്യുന്നുണ്ട്.
ഹോണ്ടയ്ക്ക് ഹോണ്ടയുടേതായിട്ടുള്ള എല്ലാവിധമായിട്ടുള്ള പ്രവർത്തനങ്ങളും ഉണ്ട്. അവരുടെ വാഹനങ്ങളെല്ലാം അവർ പുറത്തിറക്കുന്നുണ്ട്. പക്ഷേ ഹീറോ ഹോണ്ട എന്ന് പറയുന്ന കമ്പനി അവരുടെ ടെക്നോളജിക്ക് വേണ്ടിയോ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഏരിയയിൽ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യാൻ വേണ്ടിയോ രണ്ട് കമ്പനിയെ ഒന്നിച്ചു ചേർന്ന് ഒരു വെഞ്ചറായി മാറുക, ദാറ്റ് ഇസ് ജോയിന്റ് വെഞ്ചർ. അപ്പോൾ ഒരു കമ്പനി അവിടെ എയും അടച്ചുകൂട്ടുന്നില്ല, ബിയും അടച്ചുകൂട്ടുന്നില്ല. പക്ഷേ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബിസിനസ് ഗോളിന് വേണ്ടി രണ്ട് കമ്പനികളും അത് അച്ചീവ് ചെയ്യാൻ വേണ്ടി കൂടി ചേർന്നാൽ ഇറ്റ് ഈസ് നോൺ ആസ് വാട്ട്, ദാറ്റ് ഇസ് എ ജോയിന്റ് വെഞ്ചർ. ദെൻ ടെൻഡർ ഓഫർ ആണ്. ടെൻഡർ ഓഫർ എന്ന് പറയുന്നത് ഒരു കോർപ്പറേറ്റ് ഫിനാൻസ് ടേംസ് ഡിനോട്ടിങ് എ ടൈപ്പ് ഓഫ് ടേക്ക് ഓവർ ബിഡ് ആണ്. ഏറ്റെടുക്കുവാൻ വേണ്ടി ഒരു പബ്ലിക് ഓഫർ കൊടുക്കുക. ആർക്ക് വേണമെങ്കിലും ഇതിൻ്റെ ഭാഗമായിട്ട് മാറും. ദാറ്റ് ഇസ് എ ടെൻഡർ ഓഫർ. അതൊരു പബ്ലിക് ഓഫറാണ്, ഒരു ഓപ്പൺ ഓഫറാണ്, അതൊരു ഇൻവിറ്റേഷനാണ്. ന്യൂസ് പേപ്പറുകളിലോ അഡ്വർടൈസ്മെൻറ്റുകളായി സാധാരണയായിട്ട് കൊടുക്കുന്ന ഒരെന്നാണ്. പ്രോസ്പെക്റ്റീവ്ലി അക്വയർ ടു ഓൾ സ്റ്റോക്ക് ഹോൾഡേഴ്സ് ഓഫ് എ പബ്ലിക്ലി ട്രേഡഡ് കോർപ്പറേഷൻസ് to tender their stock for a sale of specified price during a specified time. ഒരു പർട്ടിക്കുലർ ടൈമിൽ ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള പ്രൈസിൽ അവരുടെ സ്റ്റോക്ക് ഏറ്റെടുക്കുവാൻ വേണ്ടി പൊതുവിൽ കൊടുക്കുന്നതായിട്ടുള്ള ഓഫറാണ്. ആ ഓഫർ ആർക്ക് വേണമെങ്കിലും സ്വീകരിക്കാം. അത് ഇന്ന ഒരു കമ്പനിക്ക് മാത്രമല്ല, പർട്ടിക്കുലർ ആയിട്ടുള്ള ടൈമിൽ പർട്ടിക്കുലർ പ്രൈസിൽ ആർക്ക് വേണമെങ്കിലും കമ്പനിയുടെ ഭാഗമാകുവാൻ പറ്റുന്ന ഒരു റീഡിസൈനിങ് ടെക്നിക്സ് ആണ് ടെൻഡർ ഓഫർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും ഗ്രോത്തിന് വേണ്ടി ഒരു കമ്പനി ചെയ്യുന്ന, എക്സ്പാൻഷന് വേണ്ടി ഒരു കമ്പനി ചെയ്യുന്ന ടെക്നിക്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ദെൻ അസറ്റുകൾ അക്യൂർ ചെയ്യുക. ഇപ്പോൾ ഒരു കമ്പനിയെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുന്നില്ല. ഇപ്പോൾ എ എന്ന് പറയുന്ന ഒരു കമ്പനി അതിൻ്റെ ഷെയറുകളെ ഏറ്റെടുക്കാതെ കമ്പനിയുടെ അസറ്റുകളെ, കമ്പനിക്ക് പേറ്റന്റ് ഉണ്ടാവും, സ്റ്റോക്ക് ഉണ്ടാവും, പ്ലാന്റ്, മെഷീനറി, ലാൻഡ്, ക്യാഷ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഏറ്റെടുക്കുക. ഇപ്പോൾ ബിയുടെ ഷെയറുകളെയോ ഷെയർ ഹോൾഡേഴ്സിനോ ഒന്നും നമ്മൾ ഏറ്റെടുക്കാനായിട്ട് പോകുന്നില്ല. അവരുടെ മാനുഫാക്ചറിങ് യൂണിറ്റ് അല്ലെങ്കിൽ ബ്രാൻഡിനെ ഏറ്റെടുക്കുക. ഇൻറ്റൻജിബിൾ അസറ്റ് ആയിട്ടുള്ള ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബ്രാൻഡിനെ ഏറ്റെടുക്കുക. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി ബി എന്ന് പറയുന്ന കമ്പനിയുടെ അസറ്റുകളെ അക്യൂർ ചെയ്താൽ ഇതിനെയാണ് അസറ്റ് അക്വിസിഷൻ. ഇത് സാധാരണയായിട്ട് കമ്പനികൾ നടത്തുന്ന ഒരു ടെക്നിക്സ് ആണ്. ഒരു കമ്പനി മറ്റൊരു കമ്പനിയുടെ അസറ്റുകളെ ഏറ്റെടുക്കുക, പേറ്റന്റുകൾ ഏറ്റെടുക്കുക, ക്യാഷ് അല്ലെ ലാൻഡ് ആൻഡ് ബിൽഡിങ്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് തന്നെ ഏറ്റെടുക്കുക. അപ്പോഴും അത് എയുടെ തന്നെ ഭാഗമാണ്. ബി എന്ന് പറയുന്ന കമ്പനിയുടെ അസറ്റുകളെ ഏറ്റെടുക്കുക, ഷെയർ ഹോൾഡേഴ്സിനെ ഏറ്റെടുക്കാതെ അസറ്റുകളെയോ മാനുഫാക്ചറിങ് യൂണിറ്റുകളെയോ ബ്രാൻഡുകളെയോ ഏറ്റെടുത്താൽ അതിനെയാണ് നമ്മൾ അസറ്റ് അക്വിസിഷൻ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ദെൻ കോൺട്രാക്ഷനിലേക്ക് നമ്മൾ പോവുകയാണ്. കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് റീസ്ട്രക്ചറിങ് ടെക്നിക്സ് ആണ്, ഒരു ഫോംസ് ഓഫ് റീസ്ട്രക്ചറിങ് ആണ്. റിഡക്ഷൻ ഇൻ സൈസ് ആണ്, മറ്റേത് ഇൻക്രീസ് ഇൻ സൈസ് ആണ്. അതാണ് എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് റിഡക്ഷൻ ആണ്, കുറച്ചുകൊണ്ട് വരിക. ഇറ്റ് ടേക്സ് പ്ലേസ് ഇൻ ദ ഫോം ഓഫ്, അതിന് ഡിഫറെൻറ്റ് ഫോംസുകൾ നമ്മൾ യൂസ് ചെയ്യാറ്. അതിന് ഫസ്റ്റ് നമ്മൾ സ്പിൻ ഓഫ് എന്ന് പറയും, രണ്ട് സ്പ്ലിറ്റ് ഓഫ് ആണ്, മൂന്ന് ഡൈവെസ്റ്റിറ്റ്യൂർ ആണ്, ദെൻ നാല് ഇക്വിറ്റി കർവ് ഔട്ടാണ്. അപ്പോൾ സ്പിൻ ഓഫ്, സ്പ്ലിറ്റ് ഓഫ്, ഡൈവെസ്റ്റിറ്റ്യൂർ, ദെൻ ഇക്വിറ്റി കർവ് ഔട്ട്. ഇതാണ് കോൺട്രാക്ഷൻ. കോൺട്രാക്ഷൻ മനസ്സിലാക്കിയിരിക്കുക. ഒരു കമ്പനിയുടെ സൈസിനെ കുറയ്ക്കുന്നതിനെയാണ് കോൺട്രാക്ഷൻസ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ എന്താണ് സ്പിൻ ഓഫ് എന്ന് പറയുന്നത്? സ്പിൻ ഓഫ് എന്ന് പറയുന്നത് എ കമ്പനിയെ ഡിസ്ട്രിബ്യൂട്ട് ഓൾ ദി ഷെയർസ് ഇറ്റ്സ് ഓൺ സബ്സിഡറി ടു ഇറ്റ്സ് ഓൺ ഷെയർ ഹോൾഡേഴ്സ് ഇംപ്ലൈയിങ് ക്രിയേഷൻസ് ഓഫ് ടു സെപ്പറേറ്റ് പബ്ലിക് കമ്പനീസ്. ഇപ്പം നമുക്ക് ഇവിടെ ഗ്രാഫ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഗ്രാഫ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. എ എന്ന് പറയുന്ന കമ്പനി ഇപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് എ ആണ്. ബി എയുടെ സബ്സിഡറി കമ്പനിയാണ്. എയുടെ സബ്സിഡറി കമ്പനിയാണ് ആരെന്ന് പറയുന്നത്? ബി എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എ ഹോൾഡിംഗ് കമ്പനിയും ബി ആരുമാണ്? സബ്സിഡറി കമ്പനിയുമാണ്. അപ്പോൾ ബിയുടെ 50% മുകളിലേക്കുള്ള ഷെയറുകൾ ഇരിക്കുന്നത് ആരുടെ കയ്യിലാണ്? എയുടെ കയ്യിലാണ്. ഇപ്പോൾ കമ്പനി എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ അവിടെ ബി എന്ന് പറയുന്ന കമ്പനിയെ ഒരു സെപ്പറേറ്റ് കമ്പനിയാക്കി മാറ്റി. സബ്സിഡറി കമ്പനി എന്നുള്ളത് മാറ്റിയിട്ട് ഇപ്പോൾ എയുടെ കമ്പനിയിലുള്ള ഹോൾഡേഴ്സിന്, ഷെയർ ഹോൾഡേഴ്സിന് എ എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറും ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറും കിട്ടും. എന്ന് പറഞ്ഞാൽ ബി എന്ന് പറയുന്ന കമ്പനിയെ സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കി മാറ്റി, സെപ്പറേറ്റ് ഡിവിഷൻ ആക്കി മാറ്റി. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പനിയും ബി എന്ന് പറയുന്ന കമ്പനിയും സെപ്പറേറ്റ് എൻറ്റിറ്റിയാണ്. അപ്പോൾ എ എന്ന് പറയുന്ന കമ്പനി ബിയുടെ സബ്സിഡറി ആയിരുന്നു നേരത്തെ എങ്കിൽ സ്പിൻ ഓഫിലൂടെ ബി എന്ന് പറയുന്ന സബ്സിഡറി കമ്പനിയെ എയുടെ എ പോലെ തന്നെ മറ്റൊരു ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്പനിയാക്കി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സ്പിൻ ഓഫിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
സ്പിൻ ഓഫിന് ഇതിലെ ഉദാഹരണങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി, ആ എയർ ഇന്ത്യ എന്ന് പറയുന്ന കമ്പനി ഒരു സെപ്പറേറ്റ് കമ്പനി ആയി മാറി. അതാണ് എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ എയർ ഇന്ത്യ ഉണ്ട്, അതോടൊപ്പം തന്നെ സെപ്പറേറ്റ് ആയിട്ട് മറ്റൊരു കമ്പനിയാണ് എയർ ഇന്ത്യ എഞ്ചിനീയറിംഗ് സർവീസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. അതെൻ്റെ സ്പിന്നിങ് ഓഫിലൂടെ വന്നിട്ടുള്ളതാണ്. എയർ ഇന്ത്യയുടെ സബ്സിഡറിയായി നിന്നിരുന്ന കമ്പനിയാണ്. പക്ഷേ ഇപ്പോൾ അത് രണ്ട് കമ്പനിയായി, രണ്ട് എൻറ്റിറ്റിയായി തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ദെൻ ഗൈഡൻസ് വാസ് എ സ്പിൻ ഓഫ്. എലി ലില്ലി ആൻഡ് കമ്പനി എന്ന് പറയുന്ന കമ്പനി സെപ്പറേറ്റ് ഡിവിഷനായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് മെഡിക്കൽ ഡിവൈസ് ഡിവിഷനിൽ നിൽക്കുന്ന ഒരു കമ്പനി, ഡയഗ്നോസ്റ്റിക് ആയിട്ടുള്ള ഡിവിഷനുമായിട്ട് രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റി ആയിട്ട് മാറി എന്നുള്ളതാണ്. ദെൻ എജിലൻ ടെക്നോളജി എന്ന് പറയുന്ന ടെക്നോളജി, ഹേവ്ലെറ്റ് പാക്കാർഡ് എന്ന് പറയുന്ന മറ്റൊരു കമ്പനി, രണ്ട് കമ്പനിയും ഒന്നൊന്നിൻ്റെ സബ്സിഡറിയായി നിന്നിട്ടുള്ളതാണ്. രണ്ടും ഇപ്പോൾ രണ്ട് സെപ്പറേറ്റ് ഡിവിഷനായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് HPസിൻ്റെ ഫോർമർ ടെസ്റ്റും മറ്റേത് മെഷർമെൻറ്റ് എക്യുപ്മെൻറ്റ് ഡിവിഷനും, രണ്ട് ഡിവിഷനായി തന്നെ, രണ്ട് സെപ്പറേറ്റ് എൻറ്റിറ്റിയായി തന്നെ മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. സെനോവസ് എന്ന് പറയുന്ന എനർജി ലിമിറ്റഡ്, അതിൻ്റെ സ്പിൻ ഓഫിൽ ഉണ്ടായിട്ടുള്ള കമ്പനിയാണ് എൻകാന കോർപ്പറേഷൻ. 2009 ഉണ്ടായിട്ടുള്ള സെപ്പറേറ്റ് കമ്പനിയാണ്. ഷുഗാർട്ട് അസോസിയേറ്റ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ സ്പിൻ ഔട്ടിൽ ഉണ്ടായിട്ടുള്ള കമ്പനിയാണ് IBM എന്ന് പറയുന്ന കമ്പനി. അപ്പോൾ ഇവയെല്ലാം സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനികളായി പ്രവർത്തിക്കുന്നു. നേരത്തെ ഇവയെല്ലാം അതിൻ്റെ സബ്സിഡറിയായി, പേരന്റ് കമ്പനിയുടെ സബ്സിഡറിയായി നിന്നിട്ടുള്ള കമ്പനിയാണ്. ഇപ്പോൾ അത് സെപ്പറേറ്റ് കമ്പനിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയുന്ന, ആദ്യത്തെ നമ്മൾ പറയുന്നത് സ്പിൻ ഓഫ് ആണെങ്കിൽ ഇപ്പം നമ്മൾ പറയുന്നത് സ്പ്ലിറ്റ് ഓഫ് എന്ന് പറയുന്ന ഒരു ടേമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സ്പ്ലിറ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഒരു എക്സിസ്റ്റിംഗ് കമ്പനി മറ്റ് ഒരു ഓപ്പറേറ്റിംഗ് കമ്പനിയുടെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഓപ്പറേഷനെ ഏറ്റെടുത്തുകൊണ്ട് ഒരു പുതിയ കമ്പനി തുടങ്ങിയാൽ അതിനെയാണ് സ്പ്ലിറ്റ് ഓഫ് എന്ന വാക്കുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് കമ്പനി എയെ സംബന്ധിച്ച് A, B, D, E, F എന്ന് പറയുന്ന ഡിഫറെൻ്റ് കമ്പനീസുകളുണ്ട്. C ഉണ്ട്, D ഉണ്ട്, E ഉണ്ട്, F ഉണ്ട്. അത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ്. അതിൽ നിന്ന് DA നമ്മൾ പുറത്തെടുത്തു. A എന്ന് പറയുന്ന കമ്പനി അതിൻ്റെ ഓപ്പറേഷൻസിനെ മാത്രം പുറത്തെടുത്തു. D എന്ന് പറയുന്ന കമ്പനി എടുത്തു, അതിനെ ഒരു പുതിയ കമ്പനിയാക്കി മാറ്റി. അതാണ് B എന്ന് പറയുന്നത്. അപ്പോൾ Aയുടെ കീഴിൽ ഇപ്പോൾ D എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇല്ല. ഇപ്പോൾ ഉള്ള ആരൊക്കെയാണ്? Cയും Eയും Fുമാണ്. ബിയുടെ കീഴിലേക്ക് DA കൊണ്ടുവന്ന് അതിനെ ഒരു പുതിയ കമ്പനിയാക്കി മാറ്റി. എന്നിട്ട് അതിൻ്റെ ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. അപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് ഓഫ് A എന്ന് പറയുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ഷെയറുകൾ അവർക്ക് ഇപ്പോൾ കിട്ടും. ഒന്ന് ഷെയർ ഹോൾഡർ ഓഫ് Aയുടെയും കിട്ടും, ഷെയർ ഹോൾഡർ Bയെയും കിട്ടും. അപ്പോൾ സ്പ്ലിറ്റ് ഓഫിൽ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഓപ്പറേഷനെ പുറത്തു കൊണ്ടുവരിക. ആ ഓപ്പറേഷനെ പുറത്തു കൊണ്ടുവന്ന് പുതിയൊരു കമ്പനി ഫോം ചെയ്യിപ്പിച്ചാൽ അതിനെയാണ് സ്പ്ലിറ്റ് ഓഫ് എന്നതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് സ്പ്ലിറ്റ് അപ്പ് എന്ന് പറയുന്ന ഒരു അടുത്ത സെഷനിലേക്ക് നമ്മൾ പോരുകയാണ്. സ്പ്ലിറ്റ് അപ്പ്. സ്പ്ലിറ്റ് അപ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ ഓപ്പറേഷനെയും സെപ്പറേറ്റ് ചെയ്യും. ഇപ്പോൾ A എന്ന് പറയുന്ന ഒരു കമ്പനിയുടെ കീഴിലാണ് B, C, D, E എന്ന് പറയുന്ന 4 ഓപ്പറേഷൻസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. ഈ 4 ഓപ്പറേഷൻസുകളെയും നമ്മൾ സെപ്പറേറ്റ് കമ്പനിയാക്കി മാറ്റി, സെപ്പറേറ്റ് എൻറ്റിറ്റി ആക്കി മാറ്റി. അപ്പോൾ A സെപ്പറേറ്റ് ആണ്, C സെപ്പറേറ്റ് ആണ്, D സെപ്പറേറ്റ് ആണ്, E സെപ്പറേറ്റ് ആണ്. A എന്ന് പറയുന്ന ഒരു കമ്പനി ഇനി ഇല്ല. അപ്പോൾ എൻ്റെ ഓപ്പറേഷൻസുകളെ പേരന്റ് കമ്പനിയെ ലിക്വിഡേറ്റ് ചെയ്തുകൊണ്ട് അതിൻ്റെ ഓപ്പറേഷൻസിൻ്റെ സ്വഭാവം അനുസരിച്ച് സെപ്പറേറ്റ് കമ്പനികളായി ഫോം ചെയ്യപ്പെട്ടാൽ അതിനെയാണ് സ്പ്ലിറ്റ് അപ്പ് എന്നതുകൊണ്ട് നമ്മൾ സൂചിപ്പിക്കുന്നത്. സ്പ്ലിറ്റ് അപ്പ്. ഇവിടെ ഒരു എക്സാമ്പിൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് സ്പ്ലിറ്റ് അപ്പിനെ സംബന്ധിച്ച്. അതായത് ആന്ധ്രാപ്രദേശ് സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് APSEB എന്ന് പറയുന്ന കമ്പനി 1999 അത് സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. അതിൻ്റെ പവർ സെക്ടറുകളെ ഓപ്പറേഷൻസ് അനുസരിച്ച് സ്പ്ലിറ്റ് അപ്പ് ചെയ്തു. ആ പവർ ജനറേഷൻ ബിസിനസ് ആൻഡ് ട്രാൻസ്മിഷന് ഡിസ്ട്രിബ്യൂഷൻ, അങ്ങനെ 3 ഓപ്പറേഷൻസ് ആണ് അവർ നടത്തിയിരുന്നത്. ഒന്ന് പവർ ജനറേറ്റ് ചെയ്യുക, 2 ട്രാൻസ്മിഷൻ ചെയ്യുക, 3 ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക. ഇതിനായിട്ട് അവർ ആ കമ്പനികളെ സ്പ്ലിറ്റ് ചെയ്യുന്നു. അതിനെ 2ആയിട്ട് അവർ ട്രാൻസ്ഫോം ചെയ്യിച്ചു. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ ബിസിനസ് ഹാസ് എ ട്രാൻസ്ഫോംഡ് 2 സെപ്പറേറ്റ് കമ്പനീസുകളായിട്ട് മാറുക. അതാണ് APGENCOയും APTRANSCO എന്ന് പറയുന്ന സെപ്പറേറ്റ് ആയിട്ടുള്ള കമ്പനിയെ 2 കമ്പനികളായി സ്പ്ലിറ്റ് ചെയ്യും. ദാറ്റ് ഈസ് എ സ്പ്ലിറ്റ് അപ്പ്. അപ്പോൾ ഓപ്പറേഷൻസുകളെ സ്പ്ലിറ്റ് അപ്പ് ചെയ്ത് പേരന്റ് കമ്പനി ഇല്ലാതായി മാറുന്നതിനെയാണ് സ്പ്ലിറ്റ് അപ്പ് എന്ന് പറഞ്ഞുള്ള കമ്പനിയുടെ കോർപ്പറേറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന പുതിയ പ്രവണത. ദെൻ ഡൈവസ്റ്റിറ്റ്യൂർ എന്ന് പറയുന്ന സെഷൻ. ഡൈവസ്റ്റിറ്റ്യൂർ എന്ന് പറയുന്നത് ഷെയറുകളെ റെഡ്യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ്.
ഔട്ട്സൈഡ് പാർട്ടികൾക്ക് ഷെയറുകൾ വിറ്റ് കൊടുക്കുക എന്നുള്ളത്. അവിടെ ഇപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, എ എന്ന് പറയുന്ന ഒരു കമ്പനിയെ സംബന്ധിച്ച് അതിന് ഷെയർ ഉണ്ട്, അസറ്റ് ഉണ്ട്, ഓപ്പറേഷൻസ് ഉണ്ട്, ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇതുണ്ട്. അതിൻ്റെ സം ഓഫ് ഓപ്പറേഷൻസ്, എയുടെ ചില ഓപ്പറേഷൻസുകളെ നമ്മൾ അപ്പുറത്തോട്ട് കൊടുത്തു, ബിക്ക് കൊടുത്തു. അപ്പം അതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസുകളാണ്, നോൺ സ്ട്രാറ്റജിക് ആയിട്ടുള്ള അല്ലെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു കോർ ബിസിനസിന്റെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ഒരു കമ്പനിയെ സംബന്ധിച്ച് അവരിപ്പോൾ പെട്രോളിയം ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. ആ പെട്രോളിയം ഡീൽ ചെയ്യുന്ന ഒരു കമ്പനിക്ക് ഇപ്പോൾ ഒരു തേയില ഫാക്ടറി ഉണ്ട്, ഒരു ടീ ഫാക്ടറി ഉണ്ട്. ഒരിക്കലും അതിന്റെ പേരന്റ് കമ്പനിയുടെ കോർ ബിസിനസിന്റെ ഭാഗമല്ല ടീ ഫാക്ടറി എന്ന് പറയും. അപ്പൊ ആ ടീ ഫാക്ടറി മറ്റൊരു കമ്പനിയെ ഏൽപ്പിക്കും. അതാണ് ഈ പറയുന്ന ഡൈവെസ്റ്റിറ്റ്യൂർ എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കും. അപ്പൊ ബി എന്ന് പറയുന്ന കമ്പനിക്ക് എയുടെ ഓപ്പറേഷൻസിന്റെ കോർ ബിസിനസിന്റെ ഭാഗമല്ലാത്ത ഒരു ഓപ്പറേഷനെ അല്ലെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഒരു ബിസിനസിന്റെ ഓപ്പറേഷൻസിനെ അവർക്ക് ഹൈ റിട്ടേൺ കിട്ടുന്ന ഒരു ബിസിനസ് അല്ലാത്ത ഭാഗത്തെ മറ്റൊരു കമ്പനിയെ ആ ബിസിനസ് ചെയ്യുന്ന മറ്റൊരു കമ്പനിയെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിനെയാണ് ഡൈവെസ്റ്റിറ്റ്യൂർ എന്ന ടേംസ് കൊണ്ട് കമ്പനികൾക്കിടയിൽ ഇങ്ങനെയുള്ള പ്രവണതകൾ സർവ്വസാധാരണമായി നടന്നു വരുന്ന ഒന്നാണ്. അടുത്തത് നമ്മൾ പറയുന്നത് ഇക്വിറ്റി കർവ് ഔട്ട് എന്ന് പറയുന്ന ഒരു ടേം. ഇക്വിറ്റി കർവ് ഔട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പൊ എ എന്ന് പറയുന്ന കമ്പനി, അതാണ് അതിന്റെ പേരന്റ് കമ്പനി, അതിന്റെ സബ്സിഡറി കമ്പനിയാണ് ബി എന്ന് പറയുന്നത്. അപ്പൊ എ എന്ന് പറയുന്ന ഒരു പേരന്റ് കമ്പനിയും ബി എന്ന് പറയുന്ന സബ്സിഡറി കമ്പനി. അപ്പൊ സബ്സിഡറി കമ്പനിയുടെ, അതായത് ബി എന്ന് പറയുന്ന കമ്പനിയുടെ ഷെയറുകളുടെ ചില ഭാഗം പൂർണ്ണമായിട്ടും അവർ വിട്ടുകൊടുക്കുന്നില്ല, ചില ഭാഗം ഔട്ട്സൈഡിലുള്ള സെക്യൂരിറ്റി, ഔട്ട്സൈഡിലുള്ള ഷെയറുകളായി സെയിൽ ചെയ്തതിനെ ക്യാഷ് ആക്കി മാറ്റും. ഇപ്പൊ എ എന്ന് പറയുന്ന കമ്പനിക്ക് ബി എന്ന് പറയുന്ന കമ്പനിയുടെ 70% ഷെയറുകൾ ഉണ്ട് എങ്കിൽ ആ 70% ഷെയറിൽ 10% ഷെയറുകളെ അവർ വിറ്റ് പണമാക്കി മാറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഔട്ട്സൈഡിലുള്ള ആർക്ക് വേണമെങ്കിലും ആ ഷെയറുകൾ ഏറ്റെടുക്കാം, എന്നാൽ ഹോൾഡിംഗ് പവറോട്ട് പോവുകയും ചെയ്യില്ല. അപ്പൊ എ എന്ന് പറയുന്ന കമ്പനിയെ സംബന്ധിച്ച് IPOയിലൂടെ ബി എന്ന് പറയുന്ന കമ്പനിയുടെ 20% ഷെയറുകൾ ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കുക. ഇപ്പൊ 20% ഷെയറുകൾ ബിയുടെ ഷെയറുകളാണ്, അത് എ വിൽക്കുകയാണ്. അങ്ങനെ എക്ക് അവരുടെ കയ്യിലിരിക്കുന്ന ഹോൾഡിങ്ങിന്റെ ഒരു ഭാഗത്തെ വിറ്റ് പണമാക്കി മാറ്റി. പബ്ലിക് കമ്പനികളെ പ്രൈവറ്റൈസ് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റ് സ്വീകരിക്കുന്ന ഒരു മാർഗ്ഗം ഇതാണ്. പൂർണ്ണമായിട്ടും അതിനിപ്പോ LICയെ സംബന്ധിച്ച് LICയുടെ ഹോൾഡിംഗ് കപ്പാസിറ്റി എല്ലാം ഗവൺമെന്റിന്റെ കയ്യിലാണ്. അതിൻ്റെ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള പാർട്ട് മാത്രം പബ്ലിക്കിന് ഏറ്റെടുക്കുവാൻ വേണ്ടി വിട്ടുകൊടുക്കുക. ദാറ്റ് ഈസ് ഇക്വിറ്റി കർവ് ഔട്ട് എന്നാണ് നമ്മൾ ആ ടേംസ് കൊണ്ട് സൂചിപ്പിക്കുന്നത്. കോർപ്പറേറ്റ് കൺട്രോൾ, ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ഇല്ലീഗൽ ആയിട്ടുള്ള ഒരു പ്രവർത്തനമാണ്. ഫേമുകളെ സംബന്ധിച്ച് റീസ്ട്രക്ചറിങ്, നമുക്ക് ഷെയറുകളോ ഒന്നും പുതിയ ഫേമുകളെ ഏറ്റെടുക്കാനോ ഡിസ്ഇൻവെസ്റ്റ്മെന്റുകൾക്ക് ഒന്നും പോകുന്നില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മാനേജ്മെന്റിൽ ചില ഇൻവോൾവ്മെന്റുകൾ ഉണ്ടാക്കിയെടുക്കുക. കോർപ്പറേറ്റ് കൺട്രോൾ ഇൻവോൾവിങ് ഒബ്റ്റെയിനിങ് കൺട്രോൾ ഓവർ ദി മാനേജ്മെന്റ്. മാനേജ്മെന്റിൽ ചില കൺട്രോളുകൾ, അത് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിലുള്ള വ്യക്തികളെ സ്വാധീനിച്ച് ഉണ്ടാക്കിയെടുക്കുന്നതിനാണ് കോർപ്പറേറ്റ് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ കൺട്രോൾ ഇസ് ദ പ്രോസസ് ബൈ വിച്ച് മാനേജേഴ്സ് ഇൻഫ്ലുവൻസ് അതർ മെമ്പേഴ്സ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ മറ്റ് മെമ്പേഴ്സിനെ വളരെ സ്ട്രാറ്റജിക് ആയിട്ട് ഇൻഫ്ലുവൻസ് ചെയ്ത് ആ കമ്പനിയിൽ സ്വാധീനം ഉണ്ടാക്കിയെടുക്കുന്നതിനെയാണ് നമ്മൾ കോർപ്പറേറ്റ് കൺട്രോൾ എന്നതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇത് ഒരു നല്ല പ്രവണതയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചു. ടേക്ക് ഓവർ ഡിഫൻസുകളായിട്ട് കമ്പനി ചില മാർഗങ്ങൾ സ്വീകരിക്കുന്നത് പ്രീ ബിഡ് എന്നും പോസ്റ്റ് ബിഡ് എന്നും പറയും. അതായത് കമ്പനികളുടെ ഷെയറുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ആർക്ക് വേണമെങ്കിലും ഷെയറുകൾ വാങ്ങിക്കാം. പക്ഷേ ഒരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടി, അങ്ങനെ കള്ളത്തരത്തിലൂടെ ഒരു കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടി ഏറ്റെടുക്കുന്നതിന് മുമ്പായിട്ട്, ഷെയറുകൾ വാങ്ങിക്കൂട്ടുന്നതിന് മുമ്പായിട്ട് ചില പ്രീ ബിഡ് ആയിട്ടുള്ള ഡിഫൻസുകൾ സ്വീകരിക്കും. ഏറ്റെടുത്തു പോയ സിറ്റുവേഷൻ ഉണ്ടായ ചില പോസ്റ്റ് ബിഡുകൾ സ്വീകരിക്കപ്പെടാറുണ്ട്. ഇതാണ് ടേക്ക് ഓവർ ഡിഫൻസ് എന്ന് പറയുന്നത്. കമ്പനിയെ ടേക്ക് ഓവർ ചെയ്യാതിരിക്കാൻ വേണ്ടി കമ്പനികൾ സ്വീകരിക്കുന്ന ചില മാർഗങ്ങൾ ആണ് എന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഷെയർ ചെയ്തത്. കമ്പനികൾക്കിടയിലുള്ള പുതിയ പ്രവണതകൾ, പുതിയ വാക്കുകളാണ് നമ്മൾ ഇതിനകത്ത് ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു നിങ്ങൾ ഷെയർ ചെയ്യുക. ഇത് കമ്പനികൾക്കിടയിൽ, കോർപ്പറേറ്റുകൾക്കിടയിൽ ഉണ്ടാകുന്ന പുതിയ പ്രവണതകളും രീതികളുമാണ്. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക് യു വെരി മച്ച്.